ഈ നിക്കാഹ് എന്ന് പറയുന്ന സംഗതിയിലെ ഭാര്യ ഭർത്താവ് ഒന്നും ഇല്ലാത്ത ഈ കൂട്ടിക്കൊടുക്കുന്നിടത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയുണ്ടല്ലോ. ഈ വലിയ പുരുഷനാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ബാപ്പയാണ്, ബാപ്പയില്ലെങ്കിൽ ഉപ്പാപ്പയാണ്, ബാപ്പയും ഉപ്പാപ്പയും ഇല്ലെങ്കിലാണ് പിന്നെ സഹോദരന്മാരും അതിന് തുടർന്നുള്ള വലിയകളൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ ഒരാണിനെ രക്ഷാകർത്താവാക്കി ഇടയാക്കി തന്നു എന്ന് പറയാനുള്ള ആ ഒരു നിലപാട് നമുക്കുണ്ട്. അത് വേണ്ടാത്തവർക്ക് സൗകര്യമുണ്ട്. കാരണം രജിസ്റ്റർ വിവാഹം ചെയ്യാൻ ആരും നോക്കണ്ട, ഒരു മതം നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ ഇണയായി സ്വീകരിക്കാൻ എന്താ വാചകം കാവന്ന് രജിസ്റ്റർ ചെയ്യാം. ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു നിക്കാഹും ദാമ്പത്യവും നടക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ശാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് നമ്മുടെ നാട്ടിലെ പ്രയോഗം. ആ ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ നിക്കാഹ് ചെയ്തു കൊടുക്കണമല്ലോ. അതനുസരിച്ചു തന്നെ പെൺകുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ചും അവരുടെ കരുതലോടെയാണല്ലോ വളർത്തുന്നത്. കരുതലുകൾ അവർക്ക് കൂടുതൽ കിട്ടുന്നല്ലോ. രക്ഷിതാക്കളിൽ നിന്നും, മാതാവിൽ നിന്നും, പിതാവിൽ നിന്നും കരുതലുകൾ ധാരാളം കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കൾക്കെങ്കിൽ എപ്പോഴും വാപ്പാന്റെയും ഉമ്മാന്റെയും കരുതൽ കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ് കൂടുതൽ. സ്വാഭാവികമായും അങ്ങനെയാണ്. മറ്റേതൊക്കെ അപവാദമാണ്. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നാദിറ. സാധാരണഗതിയിൽ ബാപ്പയും ഉമ്മയും നല്ല പോലെ കരുതൽ പെൺകുട്ടികൾക്കാണ്. അപ്പൊ അവർക്ക് നല്ല ഇണയെ കിട്ടണം, കുട്ടിക്ക് നല്ല സുഖജീവിതം കിട്ടണം എന്ന് കരുതിക്കൊണ്ട് നിക്കാഹ് ആലോചിക്കുന്ന ആ പ്രായത്തിലേക്ക് കുട്ടി വളർന്നു വരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ വയസ്സുകൊണ്ടും അതിന്റെ പ്രായം കൊണ്ടൊക്കെയാണ് ഇത് മനസ്സിലാകുക. അതെത്തുമ്പോൾ പിതാവ് അന്വേഷിക്കാനും അതിനെപ്പറ്റി ആലോചിക്കാനും ഇരിക്കുമ്പോൾ ധൈര്യമായി നമ്മുടെ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ പറയാണ്, ആകുമ്പോൾ ഞാൻ പറയാം, ആളെയും ഞാൻ പറയാം, ആളെയും അവർ പറയാം, ആകുമ്പോൾ ഞാൻ പറയാം. ഇത് രണ്ടിനും മടിയില്ല. ചിലരാകുമ്പോൾ പറയാന്നേ പറയുള്ളൂ, ആളെ പറയാന്ന് പെട്ടെന്ന് പറയാറില്ല. നാണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. പക്ഷെ ആകുമ്പോൾ ഞാൻ പറയാം, ആളെയും ഞാൻ പറയാം എന്ന് പറഞ്ഞ് എല്ലാം ആ കാര്യത്തിൽ ചെയ്യാം. എന്നാൽ അതോടൊപ്പം ചെലവ് നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ചെലവ് ബാപ്പിയും തന്നെയാണ്. ആളെ ഞാൻ പറയാം, നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ പറയാം. ചോറ് വെക്കേണ്ടതും മറ്റാഭരണം നൽകേണ്ടതും അതൊന്നും ഇപ്പൊ പെട്ടെന്ന് എടുത്തു പോയിട്ടില്ലല്ലോ. ഒന്നും എടുത്തു പോയിട്ടില്ല. സ്വർണത്തിന് എത്ര വില കൂടുന്നത്? 5000 രൂപ ഒറ്റടിക്ക് കൂടിക്കണം. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് 11 മണിയാകുമ്പോൾ മാറും. എത്ര കൂടിക്കണം ഇപ്പോന്നറിയില്ല. അത്ര കൂടിക്കൊണ്ടിരുന്നാലും എത്ര ചുരുക്കമാണെങ്കിലും അത് കൊടുക്കാൻ അത് വാപ്പനെ കൊടുക്കണം. ചിലവുകൾ ചെയ്യുള്ളൂ. പക്ഷേ ആളെ ഞാൻ പറയാം, എന്റെ സമയമാകുമ്പോൾ അതും ഞാൻ പറയാം. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ പെണ്ണുങ്ങളുടെ മനോഭാവം. പൊതുവെ പെൺകുട്ടികളുടെ മനോഭാവം, സമൂഹത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും മനോഭാവം ഇതാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ മക്കളുടെയും മനോഭാവം ഇതാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ എന്ന് പറയുന്നത് മറ്റു കുട്ടികളെ പോലെയോ മറ്റു മതക്കാരെ പോലെയോ മറ്റു സമൂഹത്തിലെ സമുദായങ്ങളെ പോലെയോ അല്ലല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, നമുക്കതിനൊരു സിസ്റ്റമുണ്ട്, നമുക്കൊരു വ്യവസ്ഥയുണ്ട്. ഈ ജീവിതത്തെക്കുറിച്ച് തന്നെ നമുക്കൊരു സങ്കല്പമുണ്ട്. പരലോകത്തെക്കുറിച്ച് ദൃഢമായ വിശ്വാസവുമുണ്ട്. ആ പരലോക ജീവിതമാണ് ജീവിതമെന്നും ആ ജീവിതത്തിലേക്ക് വേണ്ടതൊരുക്കാനും അതിലെ യോഗ്യതയും അയോഗ്യതയും അതിലെ രക്ഷയുടെയും ശിക്ഷയുടെയും മാനദണ്ഡങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാനും വേണ്ടി അള്ളാഹുവിന്റെ ശരിയായ ശിക്ഷണത്തിലും സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമായി കൊണ്ട് തന്നെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ നിരീക്ഷണത്തിലായിക്കൊണ്ട് തന്നെ തൽക്കാലം വർഷങ്ങളിൽ ആയുസ് അനുവദിക്കപ്പെട്ടതാണ് ഇവിടുത്തെ ജീവിതം. ഈ ബോധമുള്ള, ഈ വിശ്വാസമുള്ള, ചിന്ത വേണ്ട, ഈ വിശ്വാസമുണ്ടല്ലോ, ഈ വിശ്വാസമുള്ള നമ്മുടെ സഹോദരിമാർ മറ്റുള്ളവരെ പോലെ പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ, ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ സങ്കടകരമാണ്. മാതാപിതാക്കൾ സംബന്ധിച്ചിടത്തോളം എല്ലാ മാതാപിതാക്കളും, മൂല്യന്മാരും തങ്ങന്മാരും സാധാരണക്കാരും ഉദ്യോഗസ്ഥരും സാക്ഷരരും അല്ലാത്തവരും വലിയ വലിയ സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്നവരും നല്ല 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 ആൾക്കാരുടെ പ്രൊഫഷണലുകൾ അടക്കമുള്ള എല്ലാവരും ഇക്കാര്യത്തിൽ വളരെ ഖിന്നരാണ്, മനോവേദനയുമുള്ളവരാണ്. അവരവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാം. നിക്കാഹിന്റെ കാര്യം വെറുതെ അതിപ്പോ കുട്ടി പഠിക്കണം എന്നാ പറയുന്നത്, കുട്ടി ആക്കണം എന്നാ പറയുന്നത്, പുറത്ത് പറയുന്നതാണ്. പുറത്ത് നമ്മൾ ആലോചിക്കുന്നവരോട് പറയുന്ന ഒരു വാചകം മാത്രമാണ് കുട്ടി പഠിക്കണം എന്നാ പറയുന്നത്. പക്ഷേ നമ്മളെ മനസ്സിലുള്ള വേദന,
നമ്മൾ പറയുന്നിടത്ത് കുട്ടിയെ കിട്ടാത്തതും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഇത് വെച്ചു കൊടുക്കേണ്ടതിന് മരിക്കണിൻ്റെ മുമ്പ് കണ്ണടക്കണിൻ്റെ മുമ്പ് എന്ന് മാതാപിതാക്കൾക്ക് വരുന്ന ആ ചിന്ത അവർക്ക് നടപ്പാക്കാൻ കഴിയാത്തതിലുള്ള അവരുടെ മനോവേദന, അവരുടെ മനക്ലേശം, അത് വല്ലാത്ത ക്ലേശമാണ്. ആ ക്ലേശം മാതാവും പിതാവും അനുഭവിക്കുന്നുണ്ട്, എല്ലാ മാതാപിതാക്കളും അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മതക്കാർ മാത്രമല്ല, എല്ലാ മതക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായി വിപത്തുണ്ടാകുമ്പോൾ ആ വിപത്തുകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ, ഉണർത്താൻ പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ടല്ലോ. പണ്ഡിതന്മാർ എന്ന ഒരു കൂട്ടർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സമൂഹത്തിന് നായകരായും സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടവരായും സമുദായത്തിന് അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടവരായും ഇവിടെ ഉണ്ട്. അക്കാര്യം നിർവഹിച്ചില്ലെങ്കിൽ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൗത്യത്തിൽ അല്ലാഹു തആല ഏൽപ്പിച്ച അമാനത്തിൽ വഞ്ചന നടത്തിയ വഞ്ചകന്മാരാണ്. അവർ പഠിച്ച അറിവിനോട് അവർ വഞ്ചന ചെയ്യുന്നവരാണ്. അവരെ തീറ്റിപ്പോറ്റി പഠിപ്പിച്ച സമൂഹത്തോട് അവർ വഞ്ചന ചെയ്യുന്നവരാണ്. അവരെ പഠിപ്പിച്ച പള്ളിദർശനോടും പള്ളിദർശന ഉസ്താദുമാരോടും അവർ വഞ്ചന നടത്തുന്നവരാണ്. നിങ്ങൾ നൽകുന്ന ആഹാരത്തോട് അവർ വഞ്ചന നടത്തുന്നവരാണ്. ആഹാരം നിങ്ങളുടേതാണല്ലോ. മൂല്യര് പഠിക്കുന്നത് വരെയും ഒരു മുസ്ലിയാരാകുന്നത് വരെയുമുള്ള എല്ലാം നിങ്ങളുടേതാണ്. ഇനി മുസ്ലിയാരായി കഴിഞ്ഞാലും നിങ്ങളുടേതാണ്. സമൂഹത്തിന്റെ ചെലവിലാണ് അവർ ജീവിക്കുന്നത്, സമൂഹത്തിന്റെ അന്നത്തിലാണ് അവർ ജീവിക്കുന്നത്. അന്നത്തിലാണ് ജീവിക്കുന്നതെന്ന ബോധം ശരിക്കും പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്നം നൽകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ പ്രയാസങ്ങളെ മതപരമായ വീക്ഷണത്തിലൂടെ, മതത്തിന്റെ മാനത്തിലൂടെ ശ്രദ്ധിപ്പിക്കേണ്ടതും ഉണർത്തേണ്ടതും അതിൽ നിന്ന് നേർവഴിയിലേക്കും നല്ല മാർഗത്തിലേക്കും ഉപദേശിക്കേണ്ടതും പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചതാണ് കുടുംബജീവിതം അനിവാര്യമാണ് എന്ന ഈ ക്യാമ്പയിൻ. കുടുംബജീവിതം അനിവാര്യമാണ് എന്ന് അങ്ങനെ തന്നെ പച്ചക്ക് പറയുക, അങ്ങനെ തന്നെ പച്ചക്ക് പ്രമേയം. ആ പ്രമേയത്തിലൊരു ക്യാമ്പയിൻ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചതാണ്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഒരു കൊച്ചു സംഘമാണ്. കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിൽ ഒരു കൊച്ചു സംഘം. നിങ്ങൾക്കറിയാം, ആണിനും പെണ്ണിനും അറിയാം, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഒരു കൊച്ചു സംഘമാണ്. ഈ സംഘത്തിന് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രം സമൂഹത്തിലെ ലക്ഷ്യം, സമുദായത്തിൻ്റെ അകത്തെ ലക്ഷ്യം ഒരിക്കലും സാഫല്യപ്പെടുത്താൻ, സഫലീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഉണർത്താൻ ഇത് മതിയല്ലോ. ഉണർത്തുമ്പോൾ വലിയ സംഘങ്ങളുണ്ട് ഇവിടെ, വലിയ പണ്ഡിതന്മാരുണ്ട് ഇവിടെ, വലിയ പ്രഭാഷകന്മാരുണ്ട് ഇവിടെ, അനുഗ്രഹീതരായ പ്രഭാഷകന്മാർ, ആണിനും പെണ്ണിനും ഇഷ്ടമുള്ള പ്രഭാഷകന്മാർ. ഒരു ദിവസത്തിൽ പലതവണ പലരും ഒരുത്തന്റെ വസനം കേൾക്കുന്ന തരത്തിലുള്ള നല്ല പ്രഭാഷകന്മാർ. അല്ലാഹു ഓരോരുത്തർക്കും നൽകുന്ന അനുഗ്രഹങ്ങളല്ലേ. അത്തരം പ്രഭാഷകന്മാരും വലിയ സംഘങ്ങളും, വലിയ ഉലമാ സംഘങ്ങളും, അതിൻ്റെ യുവജന സംഘങ്ങളും, അതിൻ്റെ കീഴ്ഘടകങ്ങളും എല്ലാം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ സാമൂഹിക വിപത്തിനെതിരെ ശരിക്കും ഉണർത്തുകയും സമൂഹത്തെ തെറ്റപ്പെടുത്തുകയും ബോധീകരിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ക്യാമ്പയിൻ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ലക്ഷ്യം കാണിക്കും, അത് വിജയിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു ഇത് വിജയിപ്പിക്കട്ടെ. നമ്മളെവിടെയെങ്കിലും കൂടിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി കൊണ്ട് മാത്രം ഇത് വിജയത്തിലെത്തില്ലെങ്കിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടരിലുമെങ്കിലും ഈ ഒരു ചിന്ത വരുന്നത് ആണും പെണ്ണും, നമ്മളെ സ്വീകരിക്കുന്ന മക്കൾ, നമ്മളെ സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മെ സ്വീകരിക്കുന്ന യുവതികൾ, യുവാക്കൾ, അവർക്കിടയിലെങ്കിലും നമ്മൾ സ്വീകാര്യരെങ്കിൽ, അള്ളാഹുവിന്റെ ദീനാണ് പറയുന്നത്, അള്ളാഹുവിന്റെ നിയമമാണ് പറയുന്നത്, ദീനിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് എന്ന ഒരു ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്യാമ്പയിനിടയിൽ മനസ്സിൽ ഇട്ടുകൊടുത്താൽ, ഒരു വെള്ളി വെളിച്ചം പോലെ മനസ്സിന്റെ അകത്തൊരു പ്രകാശത്തിന്റെ ബിന്ദു, അല്ലാഹു തആല ഹിദായത്തിന്റെ ബിന്ദു ഇട്ടുകൊടുത്താൽ നമ്മൾ വിജയിച്ചു, നമ്മുടെ ക്യാമ്പയിൻ വിജയിച്ചു. ഈ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഇത്. എന്നാണല്ലോ അല്ലാഹു പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. ഈമാൻ ഉണ്ടാകുമ്പോൾ ആ ഈമാന്റെ വെളിച്ചത്തിലേ എന്തുദ്ബോധനവും ഏത് ക്യാമ്പയിനും വിജയിക്കുകയുള്ളൂ. ആ പ്രതീക്ഷയിലാണ്, മറ്റാരെയും ഉദ്ദേശിച്ചല്ല. നമ്മളെ വിശ്വാസ സമൂഹത്തെ, വിശ്വാസമുള്ളവർ, ആ വിശ്വാസമുള്ളവരെ ഉണർത്തുക,
വിശ്വാസമുള്ളവർ ഉണർത്താൻ മറ്റുള്ളവർക്ക് പ്രചോദനമാവുക, മറ്റുള്ളവരെയും ഉണർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക. എല്ലാവരും ഈ സാമൂഹിക വിപത്തിനെ പ്രത്യേകം കണ്ടുകൊണ്ട് നിരീക്ഷിക്കുക. വെറും ഒരു നാശത്തിലേക്ക് പോകല്ല, മൊത്തൊരു ഒഴുക്കാണ്. ഒരു ഒഴുക്കുണ്ടല്ല, ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക. ബാക്കി ഭവിഷ്യത്തുകളൊന്നും ആലോചിച്ചുകൊണ്ടല്ല, ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, സാമൂഹിക ലെവലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, മാതാപിതാക്കളെ വേദനിപ്പിച്ചാലും പ്രയാസപ്പെടുത്തിയാലും വരാവുന്ന മാനസികമായ വിഷമങ്ങളെക്കുറിച്ചോ ആത്മീയമായ വിഷമങ്ങളെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ ഒന്നും ആലോചിച്ചുകൊണ്ടല്ല. അതുവരെ തീറ്റിപ്പോറ്റിയ മാതാപിതാക്കൾ, ഇതുവരെ വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള മാതാപിതാക്കൾ, അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടുള്ള മാതാപിതാക്കൾ, ഊണിലും ഉറക്കിലും തങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കൾ എന്ന് തന്നെ ചിന്തിച്ച് ജീവിച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് കൈകൊടുക്കാൻ മാത്രം, തങ്ങൾ പറയുന്ന ആണിന് കൈകൊടുക്കാൻ മാത്രം, തങ്ങൾ കൊണ്ടുവരുന്ന ഇണ അതാരാണെങ്കിലും അവർക്ക് കൈകൊടുത്തുകൊണ്ട് കെട്ടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പാവകളായി അവർ മാറുക എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന മനസ്സിന്റെ നോവ്, മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദന, ആ വേദനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ ബോധവാന്മാരാകണം. സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഒരു ചെറിയ വിഷയം കൊണ്ട് പെട്ടെന്ന് തകർന്നേക്കാം. ഒരു ചെറിയ അപകടം മതി നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ. ആ ഒരു അപകടത്തിൽ അവിടെയും ഇവിടെയും മുട്ടുമ്പോൾ തലച്ചോറ് ഇളകിയാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പോയി. അതിൽ അവിടെ ഒരു മുറിയായി ഇവിടെ ഒരു മുറിയായി, അവിടെ പുറപ്പുറം വന്നു എന്നാൽ നിങ്ങളുടെ സൗന്ദര്യവും പോയി, ഫേസ് തന്നെ മാറിപ്പോകില്ലേ? ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എൻ്റെ പെൺകുട്ടികൾ, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വരാൻ പറയുന്നതല്ല, എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പരീക്ഷണാർത്ഥം വരാമല്ലോ. എല്ലാം എത്തിക്കഴിഞ്ഞ് ദുരിതങ്ങളിൽ അകപ്പെട്ട ശേഷം മാത്രം ഉണർത്തിയാൽ പോരല്ലോ. തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആകമാനം സമൂഹഗാത്രത്തെ ഒന്നിച്ച് ബാധിച്ചുകൊണ്ടെന്ന് പോകുമ്പോൾ ആ സമയത്ത് തന്നെ ഉണർത്തണമല്ലോ. ഇതിനു വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ മാത്രമാണ് ഈ ക്യാമ്പയിൻ. എല്ലാ വിശ്വാസികളും ഈ കാര്യത്തെ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട്, വിശേഷിച്ച് സമൂഹത്തിൽ സ്വീകാര്യതയുള്ള പ്രഭാഷകന്മാരും സ്വീകാര്യതയുള്ള സംഘടനകളും, മതസംഘടനകൾ, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സംഘടനകൾ, ഇതൊരു സാമൂഹിക വിപത്താണ് തോന്നുന്നു. വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം കാലത്തിന് അനുയോജ്യമായൊക്കെ പലതും വരും, വേണ്ട എന്നുകൊണ്ട് ചിലപ്പോൾ കഴിയില്ല. കാരണം അനിവാര്യതയുടെ ഭാഗമായും എല്ലാവരും അതിലേക്ക് എടുത്തെറിയപ്പെടും. ഇല്ലാതെ കഴിയില്ലല്ലോ. സമൂഹം മൊത്തമായിട്ടൊരു ചിന്തയിലേക്ക് പോയാൽ, നമ്മുടെ പെൺകുട്ടികൾക്ക് ഇല്ലാതെ വന്നാൽ അവർക്ക് കുടുംബജീവിതവും ഇസ്ലാമിക ജീവിതവും സാമൂഹിക ജീവിതവും നിഷേധിക്കപ്പെടുന്ന, കുടുംബജീവിതവും നിഷേധിക്കപ്പെടുന്ന ഒരു ദുരിതം വരുമ്പോൾ എല്ലാവരും പോകും പോലെ നമ്മളും പോകേണ്ടി വരും, ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ. ആ ഗത്യന്തരമില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ എല്ലാം നമ്മൾ അംഗീകരിച്ച് നീങ്ങുന്ന ഒരു സമയമാണിപ്പോ. ഈ സമയത്ത് ഈ ഒരു സാമൂഹിക വിപത്ത് അത് നമ്മുടെ പെൺകുട്ടികൾ ചിന്തിച്ചാൽ, ഒന്ന് ഓർത്താൽ, നമ്മുടെ മക്കൾ ഒന്ന് ചിന്തിച്ച് ഇസ്ലാമിക വീക്ഷണം എന്താണ്, അള്ളാഹുവിന്റെ നിയമം എന്താണ്, അതിന്റെ പൊരുൾ എന്താണ്, നമ്മെ പടച്ച റബ്ബിനാണോ നമ്മെക്കുറിച്ച് അറിയുക, അതോ നമുക്കാണോ? നമുക്കൊരു ജീവിതം, ശരിയായ ജീവിതം കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും റബ്ബിൽ തവ്വലാക്കുകയും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം, റാഹത്തുള്ള ഒരു ജീവിതം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ബാധ്യതപ്പെട്ട നമ്മൾ, ആ ബാധ്യതക്ക് പകരം തീരുമാനിക്കുന്നത് തന്നെ നമ്മൾ. റബ്ബിന്റെ തീരുമാനം അവിടെ നിൽക്കട്ടെ, മാതാപിതാക്കളുടെ തീരുമാനം അവിടെ നിൽക്കട്ടെ, റബ്ബ് കൊടുത്തിട്ടുള്ള അധികാരം അവിടെ ഇരിക്കട്ടെ, നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടേത്, എന്റെ കാര്യം ഞാൻ തീരുമാനിക്കാൻ എന്ന് എല്ലാവരും ഒരേ ശൈലിയിൽ പറയും. എല്ലാ പെൺകുട്ടികളും ഒരേ ശൈലിയിലാണ് പറയേണ്ടത്. എൻ്റെ കാര്യത്തിൽ മറ്റാരും വേണ്ട. അതിൻ്റെ ആ ഗൗരവ സ്വരത്തിൽ പറയുന്നില്ലെങ്കിലും അതാണ് പറയുന്നതിൻ്റെ ഭാഷ വ്യത്യസ്തമാണെങ്കിലും ആശയം ഇതാണ്. എൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്, അതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട, തൽക്കാലമായിട്ടില്ല, ആവുമ്പോൾ ഞാനാണ് പറയാം എന്നാണ്. ആ പറയുന്ന ആ ലെവലിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ മതിയോ? അപ്പം നമ്മുടെ കുടുംബജീവിതമൊക്കെ ഏത് രൂപത്തിലാകും, മാതാപിതൃ ബന്ധങ്ങളൊക്കെ എവിടെ എത്തും? സാമൂഹികമായ ഉയർന്നവരും സാമൂഹികമായ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ടല്ലോ. ആ കാര്യം ഉണർത്തുകയാണ് ഇവിടെ ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കുടുംബജീവിതം അനിവാര്യമാണ്, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള 2-3 വിഷയങ്ങൾ, മാതൃകാ കുടുംബജീവിതം എന്ന തരത്തിലുള്ള 2-3 വിഷയങ്ങൾ ഇവിടെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുന്നുണ്ട്.
ആ അവതരണം കേട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയും നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ചും എൻ്റെ സഹോദരന്മാർ അവരുടെ മാതാക്കൾ പ്രത്യേകിച്ചും പിതാക്കന്മാർ എല്ലാവരും ഇത് കേട്ടുകൊണ്ട് ഇതേക്കുറിച്ച് പ്രത്യേകം ഒരു ശ്രദ്ധ നമ്മുടെ മുമ്പിൽ വേണം, നമ്മുടെ മനസ്സിൽ വേണം, സമൂഹത്തിൽ വേണം, സമുദായത്തിൽ വേണം, കൊച്ചു സംഘത്തിലെങ്കിലും വേണം എന്ന് ചിന്തിക്കാൻ നമ്മളെല്ലാവർക്കും ഇത് സഹായകമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.